ഇതുവരെ നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിൽ പറയത്തക്ക രീതിയിൽ പ്രശ്നങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടായിട്ട് തുടക്കത്തിൽ നമ്മൾ വിത്തുകളെ എലി കൊണ്ടുപോയതല്ലാതെ. പക്ഷെ നമ്മൾ ഇന്ന് ഗ്രൗണ്ട് ലെവലിൽ കണ്ടൊരു പ്രശ്നമാണിത്. നായ്ക്കൾ ഇറങ്ങിയിട്ടേ ഇവിടൊക്കെ മാന്തി കടിച്ചിക്കണ്. പൈപ്പ് കണ്ടില്ലേ, ലീക്ക് ഉണ്ട്. പല്ല് കൊണ്ടാകാൻ തോന്നുന്നുണ്ട്. നല്ല ലീക്ക് കാണിക്കുന്നുണ്ട് ഈ ഏരിയയിൽ. കണ്ടില്ലേ, ഇവിടെ വെള്ളം കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ചീര ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഗ്യാപ്പിൽ ചീരത്തെ മുളച്ച് വരുന്നുണ്ട്. ഇവിടെയൊക്കെ തൈകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ നന കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ജോയിൻ്റ് ഇടണം. ഇവിടെ ഷീറ്റ് ഇതുണ്ട്, ഇതുപോലെ മാന്തിയിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളത് ഒരു ശീലമായിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ കൃഷി മുന്നിലും നമ്മൾ ബാക്കിലും ആയാൽ പോരാ, കൃഷിയുടെ കൂടെ തന്നെ നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ട്രാപ്പ് വെച്ചിരുന്നു നല്ല രീതിയിൽ തന്നെ ട്രാപ്പില് പ്രാണികൾ പറ്റി പിടിച്ചിട്ടില്ലേ. തണ്ണിമത്തൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ മൾച്ചിങ് ഷീറ്റ്, പൈപ്പ്, ഇറിഗേഷന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയില്ല. ആ വാങ്ങുന്ന സമയത്ത് ഈ ഒരു സംഭവം കുറച്ച് കൂടുതൽ വാങ്ങാൻ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈപ്പിന്റെ ലീക്ക് ഒഴിവാക്കാൻ വേണ്ടി ടൂൾസ് എടുത്ത് വന്നപ്പോൾ ഇതിന് ഉപ്പത കൃഷിയിടത്തിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഏരിയയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീക്ക് വന്നിരുന്നത് ഈ കാണുന്ന ഒരു ഏരിയയിലതാ. അപ്പോൾ ആ കറക്റ്റ് ഏരിയത്തിൽ നമുക്കിത് കട്ട് ചെയ്യാം. ഇനി ഇതാ ഇതിൻ്റെ ഒരറ്റം നേരിട്ട് ഇങ്ങോട്ട് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നീല സംഭവം ഉണ്ടല്ലോ, ഇതിങ്ങനെ തിരിച്ച് കയറ്റി കൊടുക്കുക. ഈ ഒരു സൈഡ് അങ്ങനെ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പൈപ്പ് വലിഞ്ഞിക്കണ്. ഇനി ആ പൈപ്പ് ഇതാ രണ്ട് സൈഡിക്കും ഒരേപോലെ അങ്ങോട്ട് വലിച്ച് റെഡി ആക്കണം. അങ്ങനെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി മോട്ടർ ഇടാൻ പറഞ്ഞേക്കണേ, എങ്ങനെയുണ്ട് നോക്കാം. മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഡ്രിപ്പ് വരുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ആ ഡ്രിപ്പ് വരുന്ന ഏരിയ കൂടി വെള്ളം ഡ്രോപ്പ് ചെയ്തിട്ട് വീണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. നമ്മൾ തോട്ടത്തിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ തണ്ണിമത്തന് കുറേ പൂണ്ട് കായ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്ന് പോയി നോക്കും. ദിവസം രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊക്കെ പോയി നോക്കും, സൈസ് എത്ര അയക്കണ്, വലുതായിക്കണോ ഇല്ല എന്നുള്ളത്. നമ്മളെക്കായും താല്പര്യവും അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ ഉപ്പാക്ക് ഉണ്ട്. ഇത് ഷമാമ് തണ്ണിമത്തൻ പോലെ അത്ര സ്പ്രെഡായിട്ട് ഓവർ അങ്ങനെ വള്ളി ഇറങ്ങുന്നില്ല. എന്നാലും വള്ളി ഏകദേശം ഇതാ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തണ്ണിമത്തൻ കണ്ടില്ലേ, ഈ ഏരിയമെന്ന് ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷമാമിൻ്റെ ഇവിടെ താനേക്കണം. ഇവിടെ അതേപോലെ ആ രണ്ട് ഏരിയയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിയിരിക്കണം. വരും വീഡിയോകളിലൊക്കെ കൂടുതൽ കാഴ്ചകളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.